റീൽ ത്രൂ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിക്കുക അഥവാ ഫേസ്ബുക്ക് ആഡ്സ് അതേപോലത്തെ സോഷ്യൽ മീഡിയ ത്രൂ നിങ്ങളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ പഠിക്കുക എന്നുള്ള സീരീസിന്റെ 3rd വീഡിയോ ആണ് ഇത്. അപ്പൊ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഫേസ്ബുക്കിന്റെ ആർക്കിടെക്ചർ ആണ് മനസ്സിലാക്കുന്നത്. അതിൽ പിന്നെ ആഡ് അക്കൗണ്ട് എന്നുള്ളത് പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ലാസ്റ്റ് വീഡിയോയിൽ എന്ന് വെച്ചാൽ ആഡ് അക്കൗണ്ട് എന്ന് മനസ്സിലാക്കി, ഇതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി. ആഡ് അക്കൗണ്ടിന്റെ അണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ എന്താ പറയുക ഒരു ചെരുപ്പ് കട അല്ലെ ഫുഡ് വെയറിന്റെ ഒരു വലിയൊരു മാൾ, ഫുഡ് വെയർ മാത്രം സെയിൽ ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ലേഡീസിന്റെ ഫുഡ് വെയർസ് ഉണ്ടാവും, അതേപോലെ ജെന്റ്സിന്റെ സെപ്പറേറ്റ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? പക്ഷേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാമ്പയിൻ എന്താ? ഫുഡ് വെയർ സെയിൽ. ആ ഒരു മെയിൻ ക്യാമ്പയിൻ ആക്കി ഇപ്പൊ ഫുഡ് വെയർ ഓണം മെഗാ ഫുഡ് വെയർ സെയിൽ ഇതായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്ന ക്യാമ്പയിൻ. അതിന് പറയുന്ന ആ മെയിൻ എന്താ പറയുക ആ ഒരു ഓഫർ, ആ ഒരു നാട്ടിൽ നടക്കാൻ പോകുന്ന ആ ഒരു ഓഫറിനാണ് ക്യാമ്പയിൻ എന്ന് പറയാം. നമ്മുടെ ആ ഒരു ഓഫർ, നമുക്ക് ആ ഒരു ക്യാമ്പയിൻ നമ്മൾ നടത്താൻ പോകുന്ന ക്യാമ്പയിൻ, അതാണ് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് വരുന്ന ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഫേസ്ബുക്ക് ആഡിന് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോ ഈ ക്യാമ്പയിന്റെ അണ്ടറിൽ എന്തുണ്ട്? ആഡ് സെറ്റ്സ് എന്ന് പറഞ്ഞ സംഭവം. ആഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമ്പയിനെ പല വിഭാഗങ്ങളായിട്ട് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ പറ്റുന്ന സംഭവങ്ങളാണ് ആഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ക്യാമ്പയിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യും, ക്യാമ്പയിൻ അണ്ടറിൽ ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യും. ആഡ് സെറ്റിന്റെ അണ്ടറിലാണ് നമ്മൾ ക്യാമ്പയിൻ അഥവാ ആഡ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ കാണുന്ന നമ്മുടെ ഡെയിലി സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന പോസ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, ആഡ് ആയിട്ട് വരുന്ന പോസ്റ്റേഴ്സ്, അതാണ് ആഡ് എന്ന് പറയുന്നത്. ആ ആഡ് നമ്മൾ കാണുന്നതിന് മുമ്പ് അതിന്റെ ബേക്കിൽ എന്തുണ്ട്? ഒരു ആഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. ആഡ് സെറ്റ് ആണ് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് കുറെ കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. ഒറ്റ ആഡ് സെറ്റ് മാത്രം ഞാൻ പറഞ്ഞുതരാം. ഒറ്റ ആഡ് സെറ്റ് മാത്രം പറഞ്ഞു പോവാം. ഓക്കെ, ഇപ്പം ഇവിടെ ആഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു ഡൈവേർട്ട് ചെയ്ത് വിടാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫുഡ് വെയർ സൈഡിൽ ഞാൻ പറഞ്ഞു, ഫുഡ് വെയർ ആകുമ്പോൾ നമുക്ക് എന്തുണ്ട്? അവിടെ ലേഡീസിനുള്ള ഫുഡ് വെയർസ് ഉണ്ടാവും, ജെന്റ്സിന് ഉണ്ടാവും. അപ്പം ജെന്റ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ആഡ് സെറ്റ് 1 ജെന്റ്സിന് മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാം. എന്ന് വെച്ചാൽ ജെന്റ്സിന് മാത്രം ഒരു ആഡ് സെറ്റ്. ഇനി നമ്മൾ ആഡ് സെറ്റ് 2 എന്ത് ചെയ്യാം? ലേഡീസിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു ആഡ് സെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മുടെ ക്യാമ്പയിൻ എല്ലാവർക്കും വേണ്ടി ഒരു ആഡ് സെറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ നമ്മുടെ മണി വേസ്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ജെന്റ്സ് കാണേണ്ട ആഡ് നമുക്ക് ലേഡീസിനെ കാണിച്ചിട്ട് കാര്യമില്ല. കാരണം ജെന്റ്സിന്റെ ഫുഡ് വൈസ് ലേഡീസിനെ കാണിച്ച് അവർ വാങ്ങാനുള്ള സാധ്യത കുറവാണ്. ചിലപ്പം ഹസ്ബൻഡിന് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനല്ലാതെ അവിടെ 90% ആരും വാങ്ങാൻ സാധ്യതയില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് സെറ്റ് സെപ്പറേറ്റ് ഓഡിയൻസിന് വേണ്ടി ആഡ് സെറ്റ് ഡിഫറെന്റ് ചെയ്ത് കൊടുക്കണം. അതിന്റെ താഴെയാണ് നമ്മൾ ആഡ്സ്. പിന്നെ ലേഡീസിന് വേണ്ടിയുള്ള ആഡ് സെറ്റിന്റെ താഴെ 2 ആഡ്. അപ്പൊ ലേഡീസിന്റെ ഫോട്ടോസും ലേഡീസിന്റെ ഷേപ്പ് ഒക്കെ വെച്ചിട്ടുള്ള ഫോട്ടോസ് വെച്ചിട്ടുള്ള ആഡ് എന്ത് ചെയ്യാം? ഇതാണ് ആഡ് വരിക. ആഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഏറ്റവും എൻഡിൽ നമ്മൾ കാണുന്ന ആ പോസ്റ്ററാണ് ആഡ്. ഓക്കെ, ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഇത് ഈ രീതിയിലല്ല, നിങ്ങൾ ഡീപ്പായിട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പം ആഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അതിന്റെ താഴെ നമുക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് എത്ര ആഡ് വേണമെങ്കിലും ഇപ്പൊ ആഡ് 2, ആഡ് 3, ആഡ് 4 നമുക്ക് AB ടെസ്റ്റിംഗ് ഒക്കെ നടത്താനായിട്ട് അങ്ങനെ ചെയ്യാം. ഇനി ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എടുക്കുന്നത്. ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമന്റിൽ പറയാം. ഇല്ല മനസ്സിലായെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇത് എങ്ങനെ നമുക്ക് കമ്പ്യൂട്ടർ എങ്ങനെ സെറ്റപ്പ് ചെയ്യാന്നുള്ളത് പഠിക്കാം.